ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് ഇനി പറയാൻ പാടില്ല. കാരണം അവിടെ ഒരു പൂച്ച പോലുമില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം വിവരാവകാശ രേഖയെന്ന് പറഞ്ഞ് സഖാക്കളും റിപ്പോർട്ടർ ചാനലും ഒരു രേഖ കേരളത്തിന് മുന്നിൽ വെച്ചിരുന്നു. ഏപ്രിൽ 30-ന് 5429 കോടി രൂപ ബാക്കിയുണ്ടെന്നും UDF പറഞ്ഞ പോലെ പൂച്ച പെറ്റ ഖജനാവല്ല എന്നുമാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എ റഹീമിനെ പോലെ മിടുക്കരായ നേതാക്കൾ ഫേസ്ബുക്കിലൂടെ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എന്താണ് സത്യം? അതാണ് ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. സംഭവം 5429 കോടി ഏപ്രിൽ 30-ന് ഉണ്ടെന്നത് സത്യമാണ്. പക്ഷേ ആ 5429 കോടി എങ്ങനെയാണ് വന്നതെന്നാണ് പ്രധാനം. 2026 ഏപ്രിൽ മാസം മാത്രം പോകുന്ന പോക്കിൽ പിണറായി സർക്കാർ എടുത്ത കടം 11,503 കോടി രൂപയാണ്. മുൻവർഷം ഏപ്രിൽ മാസത്തേക്കാൾ 3000 കോടിയിലേറെ കൂടുതൽ. ശതമാനത്തിൽ പറഞ്ഞാൽ 40% മേൽ വർധനവ്. ഈ കടം വാങ്ങിയ പൈസയിലാണ് 5429 ബാക്കി വെച്ചിട്ടുണ്ടെന്ന വാചകമടി. പോട്ടെ, ക്ഷമിച്ചേക്കാം. കടം എടുത്തിട്ടാണെങ്കിലും 5429 കോടി ഉണ്ടല്ലോ. പൂച്ച പെറ്റ് കിടക്കുകയല്ലല്ലോ എന്ന് ആശ്വസിക്കാൻ വരട്ടെ. അവിടെയാണ് യഥാർത്ഥ പൂഴിക്കടകൻ ഇരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമെല്ലാം എല്ലാ മാസവും 1-ാം തീയതി മുതൽ 2 ദിവസങ്ങൾ കൊണ്ട് കൊടുത്തു തീർക്കേണ്ടതുണ്ട്. അത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2026 ഏപ്രിൽ മാസത്തിൽ പുതുക്കിയ ക്ഷാമബത്ത പ്രകാരം നൽകിയ ശമ്പളം 5265.31 കോടി രൂപയാണ്. പെൻഷൻ 2382.09 കോടി രൂപയും. അതായത് മെയ് മാസത്തെ 3-ാമത്തെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ സർക്കാരിന് നിർബന്ധമായിട്ടും കൊടുത്തു തീർക്കുവാനുള്ള തുക എന്ന് പറയുന്നത് 7647.4 കോടി രൂപ. ഇത്രയും കൊടുത്തു തീർക്കാനാണ് 5429 കോടി കയ്യിലുള്ളത്. അതായത് ആദ്യത്തെ ദിവസത്തെ ചെലവ് തന്നെ കൊടുത്തു തീർക്കുവാൻ 2200 കോടി വീണ്ടും കടമെടുക്കണം. ഇതാണ് അവസ്ഥയെന്നിരിക്കെയാണ് ഏപ്രിൽ 30-ന് 5429 കോടി രൂപയുണ്ടെന്ന് വിവരാവകാശം നൽകിയത്. ഇനി ആ ഏപ്രിൽ 30-ന് ബാലൻസ് ചോദിച്ചതിലും ഒരു കുരുട്ട് ബുദ്ധിയുണ്ട്. സത്യത്തിൽ സർക്കാർ പടിയിറങ്ങിയത് മെയ് 4-നാണ്. അന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത്. അന്നത്തെ ബാലൻസ് ചോദിച്ചാൽ നെഗറ്റീവ് ബാലൻസിൽ ഓവർ ഡ്രാഫ്റ്റിലായിരിക്കും ചിലപ്പോൾ ക്ലോസ് ചെയ്തത്. കാരണം 5429 കോടി കൊണ്ട് 7647 കോടി കൊടുത്തു തീർക്കാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ പിണറായി വിജയനും ബാലഗോപാലും. അതുകൊണ്ട് നൈസായിട്ട് ശമ്പളം കൊടുക്കുവാനുള്ള ബാലൻസ് കടം വാങ്ങി കഷ്ടിച്ച് ഒപ്പിച്ച ദിവസത്തെ ബാലൻസ് എടുത്തു വെച്ച് ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് വിവരാവകാശം അടിച്ചിറക്കിയത്. സഖാക്കളുടെ അടുത്ത തമാശ ആ തുക കൊണ്ടാണ് ആശാമാർക്ക് 3000 കൂട്ടിയതെന്നാണ്. അവരുടെയൊക്കെ വിവരം എത്രയുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഇവരുടെ തരികിട കണക്കെടുപ്പിനപ്പുറത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കാം. സർക്കാരിന്റെ ധവളപത്രം വരുന്നതിന് മുൻപുള്ള ഒരു മിനി ധവളപത്രമായി കണ്ടാൽ മതി ഇതിനെ. 2026 ഏപ്രിൽ മാസത്തെ യഥാർത്ഥ കണക്കുകൾ CAG പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആകെ ചിലവ് എന്ന് പറയുന്നത് 22,503.74 കോടി രൂപയാണ്. അതിൽ റവന്യൂ ചെലവ് മാത്രം 18,163.35 കോടി രൂപയുമാണ്. ഇനി ഈ ചെലവുകൾ നിർവഹിക്കുന്നതിനായിട്ട് സർക്കാരിന്റെ ഖജനാവിലേക്കുള്ള വരവുകൾ കൂടി ഒന്ന് നോക്കാം. 5429 കോടി അധികമുണ്ടായെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വരവ് കാണണമല്ലോ. എന്നാൽ 2026 ഏപ്രിലിൽ സർക്കാരിന്റെ ആകെ വരവ് 22,920.59 ആണ്. അതിൽ GST 4138.69 കോടിയുണ്ട്. സ്റ്റാമ്പ് രജിസ്ട്രേഷൻ ഫീ 489.48 കോടിയുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 1378.08 കോടി രൂപയുമുണ്ട്. പിന്നെ നോൺ ടാക്സ് റെസിപ്റ്റ്, അങ്ങനെ കുറച്ച് വിഹിതങ്ങളുമുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും 22,503.74 കോടിയുടെ ചെലവ് താങ്ങില്ലല്ലോ. അപ്പോൾ പ്രധാന വരവ് ഇതൊന്നുമല്ല. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സർക്കാരിന്റെ ഏപ്രിൽ മാസത്തെ പ്രധാന വരവിനം 11,503.47 കോടി രൂപയാണ്.
അതായത് ആകെ വരവിന്റെ 22,920.59 കോടിയുടെ പകുതിയിലധികം വരും. അതേതാണെന്നല്ലേ? അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഏപ്രിൽ മാസത്തെ കടമെടുപ്പ് തുക. അതായത് 5,429 കോടി വിവരാവകാശത്തിൽ പറയുന്നതല്ല യഥാർത്ഥ കണക്ക്. 11,503.47 കോടി കടമാണ് 2026 ഏപ്രിൽ മാസം കേരള സർക്കാർ എടുത്തത്. ആകെ വരുമാനം 11,417.12 കോടിയും ഒരു മാസത്തെ മാത്രം കടം 11,503.47 കോടി രൂപയും. എങ്ങനെയുണ്ട്? വരുമാനത്തെക്കാൾ അധികം കടമെടുത്തുകൊണ്ടാണ് സർക്കാർ അവസാന മാസം കടന്നുകൂടിയത്. എന്നിട്ടാണ് 5,429 കോടി ബാലൻസ് വെച്ച് ശക്തമായ ഖജനാവാണ് കൈമാറിയതെന്ന് തള്ളിയത്. ഇനി കഴിഞ്ഞ ഏപ്രിൽ മാസം എത്രയായിരുന്നു കടമെടുത്തിരുന്നത് എന്നുകൂടി നോക്കാം. 2025 ഏപ്രിലിൽ 8,176.49 കോടി രൂപയായിരുന്നു കടമെടുപ്പ്. ഈ വർഷം 3,326.98 കോടിയാണ് ഒരു കൊല്ലം കൊണ്ട് വർദ്ധിച്ചത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 40% ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചത്. മുൻപൊക്കെ 20% കടം വർദ്ധിച്ചിരുന്നത്. അങ്ങനെയാണ് 5 കൊല്ലം മുൻപ് 100% മുൻ സർക്കാരിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചിരുന്നത്. എന്നാൽ ഈ നിരക്കിലാണ് വർധനവെങ്കിൽ 2.5 കൊല്ലം കൊണ്ട് തന്നെ ഇരട്ടിയായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇനി ഈ ഏപ്രിൽ എന്തൊക്കെയാണ് കൂടിയതെന്ന് കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ സർക്കാർ 3 വർഷത്തോളമായിട്ട് കുടിശ്ശികയായിരുന്ന ജീവനക്കാരുടെ ക്ഷാമബത്ത ഒറ്റയടിക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ കൂട്ടി നൽകുകയായിരുന്നു ചെയ്തത്. അതായത് കഴിഞ്ഞ 3 വർഷത്തോളം നൽകേണ്ടിയിരുന്നത് നൽകാതെ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം അടുത്ത സർക്കാരിലേക്ക് ആ ബാധ്യതകൾ വെച്ചുമാറുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, കഴിഞ്ഞ 3 വർഷത്തെ കുടിശ്ശിക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതും നൽകേണ്ടത് അടുത്ത സർക്കാരാണ്. കൂടാതെ 2019 കഴിഞ്ഞ സർക്കാർ നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ 3ഉം 4ഉം കുടിശ്ശികയും പുതിയ സർക്കാരിന്റെ തലയിലേക്ക് വെച്ചാണ് കഴിഞ്ഞ സർക്കാർ ഖജനാവിന്റെ താക്കോല് കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിലിൽ ആകെ ശമ്പള ചെലവ് 3,633.15 കോടി രൂപയായിരുന്നു. പിന്നീട് 2026 മാർച്ച് ആയപ്പോൾ അത് 3,767 കോടിയായി. 2026 ഏപ്രിലിൽ, അതായത് സർക്കാർ പോകുന്ന മാസം, അത് 5,265.31 കോടി ആയിരിക്കുകയാണ്. 1,632 കോടി രൂപയുടെ വർധനവ്. ക്ലാസ് 4 ജീവനക്കാരുടെ സാലറി സറണ്ടർ കൂടി ചേർത്താവണം ആ തുകയെങ്കിലും ഏകദേശം ഈ തുകയോടടുത്ത് എല്ലാ മാസവും പുതിയ സർക്കാരിന് ചിലവ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. അതായത് പുതിയ സർക്കാരിന് ആദ്യ മാസം മുതൽ തന്നെ കഴിഞ്ഞ സർക്കാരിനേക്കാൾ 1,632 കോടി രൂപ ശമ്പള ഇനത്തിൽ അധികം കണ്ടെത്തണം. ഇനി പെൻഷൻ നോക്കാം. കഴിഞ്ഞ ഏപ്രിലിൽ 2,030.76 കോടി ആയിരുന്നത് ഈ ഏപ്രിലിൽ ക്ഷാമബത്തയുടെ പ്രഖ്യാപനത്തോടെ 2,382.09 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. 351.33 കോടിയുടെ വർധനവ്. അതും പഴയ സർക്കാരിനെ അപേക്ഷിച്ച് ആദ്യ മാസം മുതൽ പുതിയ സർക്കാരിന് അധികമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഇതൊന്നും കൂടാതെ എല്ലാ മാസവും പഴയ കടത്തിന്റെ പലിശ ഇനത്തിൽ പൈസ തിരിച്ചടക്കേണ്ടി വരുന്നുണ്ട്. ഈ ഏപ്രിലിൽ ആ ഇനത്തിൽ ചിലവഴിച്ച തുക 2,193.21 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ആകെ ഈ ചിലവിനത്തിൽ വന്നത് 28,589.26 കോടി രൂപയാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷന് വേണ്ടി ചിലവഴിക്കുന്ന അത്ര തന്നെ തുക പലിശ ഇനത്തിനും സർക്കാരിന് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് വസ്തുത. ചില മാസങ്ങളിൽ പെൻഷനേക്കാൾ കൂടുതൽ തുക പലിശയ്ക്കായിട്ട് ചിലവഴിക്കേണ്ട സാഹചര്യവുമുണ്ട്. അപ്പോൾ നല്ല ഒന്നാം തരം സാമ്പത്തിക കെണിയാണ് പുതിയ സർക്കാരിന് അഴിച്ചെടുക്കാനുള്ളത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി തന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനാൽ എന്തൊക്കെയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.